ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പടക്കം നടത്തുന്ന ആളാ അല്ലേ? അപ്പോൾ ഈ വിദേശ നാടുകളിലൊക്കെ ഈ വെടിക്കെട്ടിന് പകരം എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് പരിപാടി വന്നിട്ടുണ്ടോ? വെടിക്കെട്ട് ഇല്ലാതെ ഒരു രാജ്യത്തും ഒരു പ്രോഗ്രാമുകളും നടത്തുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ വെടിക്കെട്ടിന്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചാലോ? ഒരു ചെറിയ വീഡിയോ അപ്ലൈ. വെടിക്കെട്ടുള്ള നിലവാരമുള്ള വെടിക്കെട്ട അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ഒരു ദേശത്ത് 60-70% ജനങ്ങളും വെടിക്കെട്ടിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഈ വെടിക്കെട്ട് സുരക്ഷിതമാണോ? സുരക്ഷിത കുറവൊന്നുമില്ല. ആക്സിഡന്റ് ഉണ്ടായത് കൊണ്ട് നമുക്ക് അതിനെ സുരക്ഷിതമല്ല എന്ന് പറയാൻ പറ്റില്ല ഒരു കാരണവശാലും. വെടിക്കെട്ട് എന്തായാലും വേണം. അത് സുരക്ഷയോട് കൂടിയിട്ട് ചെയ്യേണ്ട. മനുഷ്യജീവൻ പൊലിയുന്നതാണ് ഇവർക്കൊക്കെ പ്രശ്നം. അത് നമ്മള് 10,000 പേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ജീവൻ പോയാലും എല്ലാ മേഖലയിലും അപകടങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ വെടിക്കെട്ടിനെ മാത്രം ന്യായീകരിക്കുന്നതല്ല, വെടിക്കെട്ടിനെ മാത്രം ഒഴിവാക്കാന്ന് പറയണത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണോ വെടിക്കെട്ട് ചെയ്യുന്നത്? പക്ഷെ അത് നമ്മൾ സുരക്ഷിതമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെന്റിന്. നമുക്കതിന് കുറ്റം പറയാനും പറ്റില്ല. ഒരു ആക്സിഡന്റ് ഒക്കെ എപ്പോഴും വേണമെങ്കിൽ ഉണ്ടാകാം. അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ വലിയൊരു മഹാമേളയില് താങ്കളൊരു മലയാളി ഇങ്ങനെ കടന്നുകൂടി? ഞാനിവിടെ എൻ്റെ അപ്പാപ്പനും അപ്പച്ചനും എല്ലാവരും വെടിക്കെട്ട് മേഖലയിൽ തന്നെ ഉണ്ട്. അത് വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരം ചെയ്തിട്ടുണ്ട്. അതെന്നെ അറിയില്ലെങ്കിലും എൻ്റെ ഫാദറിന്, പാപ്പനെ, അപ്പാപ്പനെയൊക്കെ അറിയാം. ED ദേവസി 3 സ്റ്റാർ ഫയർ വർക്സ്, ED ദേവസി 3 സ്റ്റാർ ഫയർ വർക്സ്, 5 സ്റ്റാർ ഫയർ വർക്സ്. ജോഫി, ഞാൻ തൃശ്ശൂരാണ്. ഞാനും തൃശ്ശൂരപ്പാ, കേരളമേ മാഷായിരുന്നു. അങ്ങനെ പാരമ്പര്യമായിട്ട് ഫയർ വർക്സ് പൂരത്തിന് ചെയ്ത് കണ്ട് ദുബായിൽ നിന്ന് വില്യം പ്രന്റീസ് എന്ന് പറഞ്ഞ ഒരാള് സ്കോട്ട്ലാൻഡുകാരനാണ്. അങ്ങനെ വന്നിട്ട് പരിചയപ്പെട്ടു. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിക്കണം എന്നുള്ള. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നടത്തുന്ന ഈ വെടിക്കെട്ട് കേരളത്തിൽ പൂരം പോലെയുള്ള സ്ഥലത്ത്, തൃശ്ശൂർ പൂരം പോലെയുള്ള സ്ഥലത്ത് അനുകരണീയമായിട്ട് നമുക്കിത് പറിച്ചു നടാൻ പറ്റുമോ? പറ്റായികയില്ല. ഞാനിപ്പോ ഇവിടെ ആദ്യമായിട്ട് ഞാൻ കേരളത്തിൽ ചെയ്തത് നമ്മുടെ പാവട്ടിപ്പള്ളിയില് ഞാനാണ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരത്തിന് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞാനൊരു മൾട്ടിമീഡിയ ഷോ ചെയ്തിരുന്നു. ചെയ്യാൻ പറ്റും. പാവട്ടിപ്പള്ളിയുടെ വെടിക്കെട്ട് ഫേമസ് ആ, ദുബായിലൊക്കെ അറിയാം. അതാ സുബിരായിന് ഇത്രയും വില. പാവട്ടിപ്പള്ളിയിൽ ഞാൻ ഈ വെടിക്കെട്ട്, ഈ അത്തരത്തിലുള്ള വെടിക്കെട്ടുകൾക്ക് പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വെടിക്കെട്ട് ദുബായിലോ അല്ലെങ്കിൽ ചൈനയിലോ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സിലോ നടക്കുന്ന പോലെ ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല. അതിന്റെ കാരണം ഞങ്ങള് ഒരുപാട് ഡിസ്കസ് ചെയ്തുള്ളതാണ്. അദ്ദേഹത്തിന്റെ അപ്പച്ചനും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തുള്ളതാണ്. അത് അവിടുത്തെ മെറ്റീരിയൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇവിടെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ശിവകാശിയിലുള്ള വെടിക്കെട്ട് സാമഗ്രികൾ കൊണ്ടുവന്ന് ഇലക്ട്രിക് ഇതിന്റെ സഹായത്തോടെ ഇത് പൊട്ടിക്കാവുന്നുള്ളൂ. അപ്പൊ സാധാരണ പറ്റത്തില്ല. അതാണ് അപ്പൊ ചൈനീസ് ശിവകാശിന്ന് വരുന്ന സോണിയുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇവിടെ പൊട്ടിക്കവര്. താങ്കൾ എത്ര കൊല്ലമായിട്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലുണ്ട്? 25 വർഷമായിട്ട്. 25 വർഷമായി. ഓ ഗ്രേറ്റ്. സംസാരിച്ചില്ല. അങ്ങനെ ഒരു ബ്രദർ വെടിക്കെട്ട് പടത്തിൽ മരിച്ചിട്ടുണ്ടോ? ബ്രദർ ഈ അങ്ങേ നടത്തിയ വെടിക്കെട്ടില് മരിച്ചിട്ടുണ്ടോ വെങ്കടാചൽ സാറ്? അത് നാട്ടില് ജോഫി എന്ന് പറഞ്ഞ ആളും ആക്സിഡന്റിൽ മരിച്ചിട്ടാണ്. ഫാക്ടറിയിലാണ്. തൃശ്ശൂരില് ദുബായിലല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.